പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പൊതുജനാരോഗ്യത്തെ മുൻനിർത്തി കവരത്തി ആകാശവാണി ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്ന ശ്രവ്യ വിരുന്ന് ആരോഗ്യ വിചാരം. ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ ഹാരിസ് KT, ഹെൽത്ത് കെയർ കൺസൾട്ടന്റ്. എന്താണ് ഫുഡ് സപ്ലിമെന്റ്, അതിന്റെ ഉപയോഗങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണ്? ഡോക്ടറുടെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം. എല്ലാ പ്രേക്ഷകർക്കും സുപ്രഭാതം ആശംസിച്ചുകൊള്ളുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് ഫുഡ് സപ്ലിമെൻ്റ് എന്നതിനെക്കുറിച്ചാണ്. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ ഫുഡ് സപ്ലിമെൻ്റ്, എന്താണ് ഈ ഡയറ്ററി സപ്ലിമെൻ്റ് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുന്നു. ഇത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാണ്. അതിലൂടെയാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് ദിനേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. എന്നാൽ ചിലർക്ക് അതിൽ നിന്ന് ചില പോരായ്മകളോ മറ്റോ സംഭവിക്കുമ്പോൾ ചില അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ശരീരത്തിന് ബാധിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ചികിത്സ തേടേണ്ട ഒരു സാഹചര്യം വരുന്നത്. രോഗങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഡോക്ടർമാരെ പോയി കാണുകയും ഹോസ്പിറ്റലൊക്കെ പോയി ചികിത്സിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ചികിത്സയും ഫുഡ് സപ്ലിമെൻറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഫുഡ് സപ്ലിമെൻറ്റുകൾ രോഗികൾക്കും ആരോഗ്യമുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് ഫുഡ് സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. മരുന്നുകൾ എന്ന് പറഞ്ഞാൽ രോഗമുള്ളവർക്ക് രോഗം ഇല്ലാതാക്കാൻ വേണ്ടിയും രോഗത്തിൽ നിന്ന് ശമനം നേടാനും വേണ്ടിയാണ് മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. മരുന്ന് ചികിത്സകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലോ ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർമാരോട് നമ്മൾ കൺസൾട്ട് ചെയ്ത് നമ്മുടെ അസുഖ വിവരങ്ങളൊക്കെ അവരോട് സംസാരിച്ച് അവർ നമ്മളെ പരിശോധിച്ച് അതിനുശേഷം അവർ നമുക്ക് വേണ്ടുന്ന അലോപ്പതി മരുന്നാണെങ്കിൽ അലോപ്പതി മരുന്ന്, ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആയുർവേദ മരുന്നുകൾ, ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹോമിയോ മരുന്നുകൾ, പ്രകൃതി ചികിത്സയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രകൃതി ചികിത്സയുടെ മരുന്നുകൾ, ഇങ്ങനെയുള്ള യുനാനി ചികിത്സ നമ്മുടെ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ്. യുനാനി ഡോക്ടർമാരടുത്ത് പോയിട്ട് നമ്മൾ ചികിത്സിക്കാറുണ്ട്. ഇവരൊക്കെ എഴുതി കൊടുക്കുന്ന മരുന്നുകളിൽ നിന്നും ഫുഡ് സപ്ലിമെൻറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. ഫുഡ് സപ്ലിമെൻറ്റുകൾ ഒരു മരുന്നല്ല, അത് ഫുഡ് സപ്ലിമെൻ്റ് തന്നെയാണ്. അതായത് ഫുഡ് ഈസ് മെഡിസിൻ, ഭക്ഷണമാണ് നിങ്ങളുടെ ഔഷധം എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സംഭവമാണ് ഫുഡ് സപ്ലിമെൻറ്റ്, ഡയറ്ററി സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ രോഗമില്ലാത്തവർക്കും രോഗമുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. രോഗം ഇല്ലാത്തവർക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഭക്ഷണത്തിൽ കിട്ടേണ്ട ചില വിറ്റാമിനുകളും അമിനോ ആസിഡ്സുകളും മിനറൽസും പ്രോട്ടീനുകളൊന്നും നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലിമെൻ്റായിട്ട് നമ്മൾ ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കുന്നു. അതൊക്കെ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാതിരിക്കാനും വളരെയധികം സഹായിക്കും. അതിൻ്റെ കൂടെ നമ്മൾ വ്യായാമവും കൃത്യമായ ഭക്ഷണ രീതിയും വെള്ളമൊക്കെ കൃത്യമായി കുടിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങൾ മാക്സിമം കുറക്കാൻ പറ്റും. രോഗികൾക്ക് ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, രോഗ ചികിത്സക്ക് ഇംഗ്ലീഷ് മരുന്നോ മറ്റേതെങ്കിലും ചികിത്സാ രീതിയോ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഫുഡ് സപ്ലിമെൻറ്റ് കൂടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് അസുഖം കുറക്കാൻ ഇത് സഹായിക്കും. മരുന്നിന് കൂടുതൽ ഫലം ചെയ്യും. മരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ കുറക്കാനും ഫുഡ് സപ്ലിമെൻറ്റുകൾ സഹായിക്കാറുണ്ട്. അതാണ് ഈ ഫുഡ് സപ്ലിമെൻറ്റുകളും മരുന്നുകളും ചികിത്സകളും തമ്മിലുള്ള ഒരു വ്യത്യാസം. വിവിധതരം പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത വിവിധതരം വിറ്റാമിനുകളും മിനറലുകളും പ്രോട്ടീനുകളും അടങ്ങിയ സപ്ലിമെൻറ്റുകളാണ്. അത് ഗുളിക രൂപത്തിൽ, ക്യാപ്സൂൾ രൂപത്തിൽ, ടാബ്ലറ്റ് രൂപത്തിൽ, അതുപോലെ തന്നെ പൗഡർ രൂപത്തിൽ, അല്ലെങ്കിൽ ലിക്വിഡായിട്ട് അങ്ങനെയുള്ള രൂപങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ഭക്ഷണത്തിന് അനുബന്ധമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നമാണ് ഡയറ്ററി സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റ്. ഒരു സപ്ലിമെൻറ്റിന് ഭക്ഷണ സ്രോതസ്സുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതോ സിന്തറ്റിക്കോ ആയതോ, അതായത് അവയുടെ ഉപഭോഗത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പോഷകങ്ങൾ നൽകാൻ കഴിയും. സപ്ലിമെൻറ്റുകളിലെ പോഷക സംയുക്തങ്ങളുടെ ക്ലാസുകളിൽ വിറ്റാമിനുകൾ, ധാതുക്കൾ, ഫൈബർ, ഫാറ്റി ആസിഡുകൾ, അമിനോ ആസിഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഡയറ്ററി സപ്ലിമെൻറ്റുകളിൽ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത പദാർത്ഥങ്ങളും അടങ്ങിയിരിക്കാം. അതിനാൽ അവ ഓരോന്നിനും പ്രത്യേകം പോഷകങ്ങളല്ല. എന്നാൽ സസ്യങ്ങളുടെ പിഗ്മെന്റുകൾ അല്ലെങ്കിൽ പോളിഫെനോൾ പോലെയുള്ള ഗുണകരമായ ജൈവശാസ്ത്രപരമായ പ്രഭാവം ഉള്ളതായി അങ്ങനെയും വിപണനം ചെയ്യപ്പെടാറുണ്ട്.
മൃഗങ്ങൾക്ക് സപ്ലിമെൻ്റ് ചേരുവകളുടെ ഉറവിടമാകാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണല്ലോ കോഴി. കോഴികളിൽ നിന്നുള്ള കൊളാജൻ അല്ലെങ്കിൽ മത്സ്യം ഇവയും വ്യക്തിഗതമായും സംയോജിച്ച് മറ്റ് സപ്ലിമെൻറ്റിൻ്റെ രൂപത്തിലും വിൽക്കപ്പെടുന്നുണ്ട്. കൂടാതെ പോഷക ഘടകങ്ങളുമായി സംയോജിപ്പിച്ചേക്കാം. ഫുഡ് സപ്ലിമെൻറ്റുകൾ സുരക്ഷിതവും ഉചിതവുമായ ലേബൽ ചെയ്തിരിക്കുന്നതുമാണെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നതിന് യൂറോപ്യൻ കമ്മീഷൻ യോജിച്ച നിയമങ്ങളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. അമേരിക്കയിലാണെങ്കിൽ FDA ഉണ്ട്, അതുപോലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിലുണ്ട്, അതുപോലുള്ള പല രാജ്യങ്ങളിലും പല പല നിയമങ്ങളുണ്ട്. ഇന്ത്യയിൽ അതിന് FSSAIയുടെ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതശൈലി കാരണത്താൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അത്തരം രോഗങ്ങൾ വരാതിരിക്കാനും വന്ന രോഗങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും മറ്റു ചികിത്സകളുടെ കൂടെ ഉപയോഗിക്കുന്നതാണ് ഫുഡ് സപ്ലിമെൻറ്റുകൾ. ഉദാഹരണത്തിന് സ്പൈറുലിന എന്ന് പറയുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ഉണ്ട്. നമ്മളൊക്കെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്പൈറുലിന. അതൊരു ബ്ലൂ ഗ്രീൻ ആൽഗ എന്നാണ് അറിയപ്പെടുന്നത്. സ്പൈറൽ ശൈലിയിലുള്ള ഒരു മൈക്രോസ്കോപ്പിക് ആൽഗയാണത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്രയും ചെറിയ ഉൽപ്പന്നമാണത്. അത് വെള്ളത്തിൽ ആൽക്കലൈൻ വാട്ടറിൽ വളർത്തിയെടുക്കുന്നതാണ്. അത് കൾട്ടിവേറ്റ് ചെയ്ത് അതൊരു ബ്ലൂ ഗ്രീൻ കളറാണ്. അത് ഉണക്കിയെടുത്ത് അത് ക്യാപ്സൂൾ രൂപത്തിലും ടാബ്ലറ്റ് രൂപത്തിലും പല പല ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ചേർത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. സ്പൈറലിന എന്ന് പറയുന്ന സംഭവം ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണ്. അതിൽ 60% പ്രോട്ടീനാണ്. ബാക്കി എല്ലാ വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡ്സും കോഎൻസൈംസും എല്ലാം സ്പൈറുലിന എന്ന് പറയുന്ന ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. അങ്ങനെ പല പല ഫുഡ് സപ്ലിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ നമുക്ക് പല അസുഖങ്ങളുള്ളവർ ചികിത്സയുടെ കൂടെ അല്ലാതെ ഇത് ഉപയോഗിക്കുമ്പം അവരുടെ അസുഖത്തിൽ നിന്ന് അവർക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാനും അസുഖങ്ങൾ വരാതിരിക്കാനും അവരെ സഹായിക്കും. ഉദാഹരണത്തിന് ഡയബറ്റീസ് എന്ന് നമ്മൾ പറയുന്ന ഷുഗർ രോഗികൾക്ക് അലോപ്പതി ചികിത്സ നടത്തുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഫുഡ് സപ്ലിമെൻറ്റുകളും ഉപയോഗിക്കുകയാണെങ്കിൽ മരുന്നുകൾ ഉണ്ടാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സൈഡ് എഫക്റ്റുകൾ കുറക്കാൻ തടയാനും മരുന്നിന് കൂടുതൽ ഫലം ലഭിക്കാനും ഫുഡ് സപ്ലിമെൻറ്റുകൾ സഹായിക്കും. അതുപോലെ അവർക്കുണ്ടാകുന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. വികസിത രാജ്യങ്ങളായ അമേരിക്ക, അതുപോലെ യൂറോപ്യൻ യൂണിയൻ പോലുള്ള രാജ്യങ്ങളിൽ അവിടങ്ങളിലെ പ്രായപൂർത്തിയായ ജനങ്ങളിൽ 50% ആളുകൾ ഫുഡ് സപ്ലിമെൻറ്റുകൾ അല്ലെങ്കിൽ ഡയറ്ററി സപ്ലിമെൻറ്റുകൾ ഏതെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. അതിനാൽ അവർക്ക് അത്തരം രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെക്കാളും രോഗങ്ങൾ കുറവാണ്. ഇത് കഴിക്കുന്നവർക്ക് രോഗപ്രതിരോധശേഷി കൂടാനും അസുഖങ്ങൾ കുറയാനും അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങൾ, അവികസിത രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങൾ പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങളും ഫുഡ് സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ചൈന, അതുപോലെ തന്നെ മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ, കൊറിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെയുള്ള ജനങ്ങളും ഫുഡ് സപ്ലിമെൻറ്റുകൾ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ ഫുഡ് സപ്ലിമെൻറ്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നത് പരമാവധി ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ് പറഞ്ഞതുപോലെ ഭക്ഷണമായിരിക്കട്ടെ നമ്മുടെ മികച്ച ഔഷധം എന്ന ആപ്തവാക്യത്തെ അനർത്ഥമാക്കാൻ സഹായിക്കുന്നതാണ് ഫുഡ് സപ്ലിമെൻറ്റുകളുടെ ഉപയോഗം. ഫുഡ് സപ്ലിമെൻറ്റുകൾക്ക് സൈഡ് എഫക്റ്റുകൾ വളരെ കുറവാണ്. കാരണം അത് പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വിവിധതരത്തിലുള്ള വിറ്റാമിനുകൾ, എലിമെൻസുകൾ, എൻസൈമുകൾ, അമിനോ ആസിഡ്സുകൾ, പ്രോട്ടീൻ എന്നിവ എല്ലാം അടങ്ങിയ ഫുഡ് സപ്ലിമെൻറ്റുകൾ ലഭ്യമാണ്. ഫുഡ് സപ്ലിമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താൻ ശ്രമിക്കണമെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം. അതിൽ പ്രധാനമാണ് കൃത്യമായ രീതിയിലുള്ള ഭക്ഷണം, കൃത്യമായ വിശ്രമം, കൃത്യമായ വെള്ളം, ശരീരത്തിന് ആവശ്യമായ വെള്ളം, ജലാംശം ശരീരത്തിലെത്തണം. അതുപോലെ തന്നെ കൃത്യമായ വ്യായാമം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉണ്ടാകേണ്ടതാണ്. കൃത്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ ഒരു അഡീഷണലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഫുഡ് സപ്ലിമെൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ സ്പൈറലിന പോലുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കോഡിസെപ്സ്, ചൈനയിലൊക്കെ കിട്ടുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റാണ് കോഡിസെപ്സ്, അതുപോലെ ജിങ്സങ്, അങ്ങനെ പല പല രാജ്യങ്ങളിലും പല പല ഹെർബുകളുണ്ട്. ഇന്ത്യയിൽ അശ്വഗന്ധ, അതുപോലെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 1-2 ക്യാപ്സൂൾ രൂപത്തിലോ പൗഡർ രൂപത്തിലോ ഉള്ളത് നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ ചെയ്യുന്നതാണ്.
ഇതാണ് ഈ ഫുഡ് സപ്ലിമെൻ്റ് കൊണ്ടുള്ള കാര്യങ്ങൾ. ഫുഡ് സപ്ലിമെൻറ്റുകൾ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിച്ചാൽ അതിൻ്റെതായ കുറേ ഗുണങ്ങളും നമുക്ക് കിട്ടും. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ രോഗങ്ങളെ മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ സഹായിക്കും. കൂടാതെ നമുക്ക് ശരീരത്തിൽ തൊലിക്കും സ്കിന്നിനൊക്കെ നല്ലൊരു ക്വാളിറ്റി, സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല ഉന്മേഷവും പ്രസരിപ്പും ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ചുളിവുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കഴിയുന്നത്ര കുറച്ച് കൊണ്ടുവരാൻ, ദീർഘനാളത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനും ഒരു യുവത്വം നിലനിർത്താനൊക്കെ സഹായിക്കും ഫുഡ് സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അത് നല്ല കമ്പനികളുടെ സാധനങ്ങൾ നോക്കി നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്നതാണ്. പല അസുഖങ്ങളുള്ളവർ, പല ചികിത്സകൾ നടത്തുന്നവർ പലരും പറയാറുണ്ട് ഫുഡ് സപ്ലിമെൻറ്റുകൾ മാത്രം കഴിച്ചിട്ട് തന്നെ പലരുടെയും അസുഖങ്ങൾ കുറഞ്ഞതായിട്ട് പലരും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഞങ്ങളൊരു ഫുഡ് സപ്ലിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല നിങ്ങളുടെ ഫുഡ് സപ്ലിമെൻറ്റ് കഴിച്ചാൽ ഞങ്ങൾ അസുഖം മുഴുവൻ മാറുമെന്ന് പറയാറില്ല. പക്ഷേ ഉപഭോക്താക്കൾ അവരുടെ സാക്ഷ്യമായിട്ട് അവർ പറയാറുണ്ട് അവർക്ക് പല ഗുണങ്ങളും കിട്ടുന്നുണ്ട് എന്ന്. അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിദത്തമായി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിനുകളും മിനറലുകളും സെപ്പറേറ്റ് ചെയ്ത് അത് പ്രത്യേക രൂപത്തിൽ ഒരു മിതമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക നേരങ്ങളിൽ നമ്മൾ കൊടുക്കുകയാണ്, അഡ്വൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഗുണം കിട്ടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മുരിങ്ങ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വിപുലമായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് മുരിങ്ങയില, മുരിങ്ങക്കായ്. അതൊക്കെ നമ്മൾ കറി വെച്ചും വറുത്തും തോരനായിട്ടൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ മുരിങ്ങയുടെ ക്യാപ്സൂള് ആയിട്ട് കഴിക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ മുരിങ്ങയില നമ്മളിപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു ഇച്ചിരി, ഉച്ചക്ക് ഇത്തിരി അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നത് പോലെ നമുക്ക് എപ്പോഴും അത് വീട്ടിൻ്റെ തൊടിയിൽ പോയി പറിച്ചു കൊണ്ടുവന്ന് എല്ലാ നേരവും അത് കഴിക്കാനൊന്നും നമുക്ക് സമയം കിട്ടോ സൗകര്യമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാപ്സൂൾ ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ക്യാപ്സൂൾ ഒരു ക്യാപ്സൂൾ അല്ല 2 ക്യാപ്സൂൾ എടുത്ത് കഴിക്കാൻ വളരെ എളുപ്പമായിരിക്കും, ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഫുഡ് സപ്ലിമെൻറ്റുകൾ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മുരിങ്ങ നമുക്ക് തൊടിയിലൊക്കെ കിട്ടുമെങ്കിലും അത് നമ്മൾ എപ്പോഴും കഴിക്കണമെന്നില്ല, എല്ലാ നേരവും അങ്ങനെ കഴിക്കില്ല. വല്ല ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരു നേരം നമ്മളത് കഴിക്കും. അല്ലാണ്ട് എല്ലാ നേരവും രാവിലെ ഉച്ചക്ക് രാത്രി എന്നുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ കഴിക്കില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉച്ചക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ കഴിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫുഡ് സപ്ലിമെൻ്റ് ആകുമ്പോൾ അത് 1-2 ക്യാപ്സൂൾ എടുത്തിട്ട് നമ്മൾ കഴിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെ അങ്ങനെ പല ഫുഡ് സപ്ലിമെൻറ്റുകളും നമ്മൾ പ്രകൃതിയിലുണ്ട്, വിപണിയിലും ക്യാപ്സൂൾ രൂപത്തിൽ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് സപ്ലിമെൻറ്റുകൾ. അതുകൊണ്ട് എല്ലാവരും ഫുഡ് സപ്ലിമെൻറ്റുകളെ കുറിച്ച് മനസ്സിലാക്കുക, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. നല്ലൊരു ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി എല്ലാവർക്കും. ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുത്തത് ഡോക്ടർ ഹാരിസ് കെ.ടി, ഹെൽത്ത് കെയർ കൺസൾട്ടന്റ്. വ്യത്യസ്ത ചികിത്സാ രീതികളെക്കുറിച്ച് കവരത്തി ആകാശവാണിയിൽ കേൾക്കാം ആരോഗ്യ വിചാരം. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:45 വൈകിട്ട് 5:30 കേൾക്കാം ആരോഗ്യ വിചാരം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.